നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനങ്ങളിലെ NHM ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കും. ജീവനക്കാരുടെ എണ്ണവും കുറയ്ക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. സംസ്ഥാനങ്ങളുടെ ആരോഗ്യ മേഖലയുടെ മുഖച്ഛായ മാറ്റിയത് NHM ഫണ്ട് വഴിയായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉൾപ്പെടെ ഈ ഫണ്ട് വഴി നടന്നിരുന്നു. അവിടെയാണ് ഇപ്പോൾ കേന്ദ്രം പാരവച്ചത്. പഴയതുപോലെ ഫണ്ട് അനുവദിക്കില്ല. അനുവദിക്കുന്ന ഫണ്ടിന് തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. ശമ്പള ഇനത്തിൽ ഏകീകരണം വരും. ഇപ്പോൾ കൂടിയ ശമ്പളം വാങ്ങുന്നവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കും. ഏകീകരണത്തിന്റെ ഭാഗമായി തസ്തികകൾ പുനഃക്രമീകരിക്കും. അതായത് ഇപ്പോഴുള്ള തസ്തികകളിൽ നല്ലൊരു ശതമാനവും നഷ്ടമാകും. പല പദ്ധതികളിലായി എത്തിയിരുന്ന പണവും ഇനി വരില്ല. പകരം പദ്ധതികളും ഏകോപിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കും, ശമ്പളം വെട്ടിക്കുറയ്ക്കും. ഉള്ള ജീവനക്കാർക്ക് തന്നെ ശമ്പള വർധന ഉണ്ടാവുകയുമില്ല, ഇൻസെന്റീവുമില്ല. NHM വഴിയുള്ള ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്ന് കൂടി വ്യക്തമാക്കിയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് കേരളത്തിലാണ്. പുതിയ പല പദ്ധതികൾക്കും അടിസ്ഥാനം ഈ ഫണ്ട് കൂടിയായിരുന്നു. അത് നിലയ്ക്കുന്നതോടെ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയും ഉണ്ടാകും.